എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആനൽ ഏരിയയിൽ പലപ്പോഴും പേഷ്യൻസ് തെറ്റിദ്ധരിക്കപ്പെട്ട് എൻ്റെ ഒ പിയിൽ വന്ന് പറയാറുണ്ട് പൈൽസാണ്, എനിക്ക് വേറെ കംപ്ലയിൻസോ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല, പക്ഷെ തൊട്ട് നോക്കുമ്പോൾ ഒരു തൊലി തൊടുന്ന പോലെയാണ് കാണുന്നത്. ഇടയ്ക്ക് എനിക്ക് മലബന്ധത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മലം പോവാൻ ബുദ്ധിമുട്ടുണ്ട്, പിന്നെ ബ്ലീഡിങ്ങോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ ഒരു പുറത്തൊരു തടിപ്പ് പോലെ വന്ന് നിൽക്കുന്നുണ്ട്. ഇത് പൈൽസാണ് ഡോക്ടർ, എനിക്കതിന് ട്രീറ്റ്മെൻറ്റ് വേണമെന്നുള്ള രീതിയിൽ പേഷ്യൻസ് വന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻറ്റിനൽ ടാഗ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. അതായത് തൊലി ഇറങ്ങി വരുന്ന പോലുള്ളൊരു കണ്ടീഷൻ. പലപ്പോഴും ഇത് ഫിഷർ വന്നതിൻ്റെ മലദ്വാരത്തിൽ ഉണ്ടാകുന്ന മുറിവുകൾ കുറേ കാലം നീണ്ടു പോവുകയോ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള മലബന്ധം കാരണമോ ഇത്തരത്തിൽ നമ്മുടെ മലദ്വാരത്തിലുള്ള തൊലി ഇറങ്ങി വരുന്നതായിട്ട് കാണാറുണ്ട്. അതുകൂടാതെ തന്നെ ചിലർക്ക് ചില സമയത്ത് ഇതിൽ നീർക്കെട്ട് കാര്യങ്ങൾ വരികയും അതിനെ തുടർന്ന് വേദനയും മറ്റും ഉണ്ടാവുന്നതും അതുപോലെ ചെറിയ രീതിയിൽ ചൊറിച്ചിൽ കാര്യങ്ങൾ ഉണ്ടാവുന്നതുമായിട്ടും പേഷ്യൻസ് നമ്മുടെ അടുത്ത് പറയാറുണ്ട്. ഇതിനെയാണ് നമ്മൾ സെൻറ്റിനൽ ടാഗ് അല്ലെങ്കിൽ സെൻറ്റിനൽ പൈൽസ് എന്നുള്ള രീതിയിൽ പറയാറുള്ളത്. ഇതെന്താണെന്നുള്ളതും ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. നമുക്കറിയാം പലപ്പോഴും ഒരു കോൺസ്റ്റിപ്പേഷൻ വരുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മലത്തിലുണ്ടാകുന്ന പല ബുദ്ധിമുട്ടുകളും വയറിൻ്റെ പല പ്രശ്നങ്ങളും ആദ്യം പേഷ്യൻസിന് കാണിക്കുന്നുണ്ടായിരിക്കുക ഒരു മലബന്ധം എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ വയറിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ, അതിനെ തുടർന്ന് പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഒക്കെ പോലുള്ള കണ്ടീഷൻസിലോട്ടും പോവാറുണ്ട്. പക്ഷേ ഇതെല്ലാം അവർക്ക് വളരെ കോമൺ ആയിരിക്കും. ഈ തൊലി ഇറങ്ങുന്നത് മാത്രം അവർക്ക് അത്ര പരിചയം ഉണ്ടാവില്ല. അതുകൊണ്ട് അവർ ഓടി വന്ന് പറയുന്നുണ്ടായിരിക്കുക പൈൽസ് എന്നുള്ള രീതിയിലായിരിക്കും. ഇതിന് നമ്മൾ മെഡിസിൻ എടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്തായിരുന്നു എന്നുള്ളത് കണ്ടെത്തിയിട്ട് വേണം മെഡിസിൻ എടുക്കണോ എടുക്കണ്ടേ എന്നുള്ളത് തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നിങ്ങൾക്ക് തുടർച്ചയായിട്ട് മലബന്ധം കാര്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊന്ന് മെഡിസിൻ എടുക്കുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അതിന് വേണ്ട വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ മോഷൻ ക്ലിയർ ചെയ്യാൻ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഭക്ഷണങ്ങളോ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈബർ കണ്ടൻ്റൊക്കെ ഉള്ള ഭക്ഷണങ്ങൾ കഴിക്കാം, മോഷൻ സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ട് മഗ്നീഷ്യം കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടതായിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മലം ഇറങ്ങുന്നതിനനുസരിച്ച് ടൈറ്റായിട്ട് ഇറങ്ങുമ്പോൾ നമ്മൾ ഇതിനെ പുഷ് ചെയ്യാണ്, ഈ ഭാഗത്തോട്ട് നമ്മൾ വളരെ ഫോഴ്സ് കൊടുത്തിട്ടാണ് മോഷൻ പുറത്തിറങ്ങുന്നുണ്ടായിരിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്ത് തള്ളുന്നത് വഴി ഈ തൊലി ഇങ്ങോട്ട് പുറത്തിറങ്ങാൻ തുടങ്ങും. ഈ തൊലി പുറത്തിറങ്ങുകയും പിന്നീട് എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നീർക്കെട്ട് വരാൻ തുടങ്ങും. അത് പലപ്പോഴും വേദനയും അസഹ്യമായിട്ടുള്ള ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ ചിലർക്ക് ഉണ്ടാക്കാറുണ്ട്. എന്നാൽ വെറും ഈ തൊലി മാത്രമാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ചിലർക്ക് ഇതിലൊരു ബൾജിങ് പോലെ ഒരു മുന്തിരിയുടെ ഒക്കെ ഷേപ്പിലോ അല്ലെങ്കിൽ ഒരു മാലമുത്തൊക്കെ പോലെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും പൈൽസിലോട്ട് പോവാറുണ്ട്. അതുകൂടാതെ തന്നെ ഇതിൻ്റെ കൂടെ ചിലർക്ക് ബ്ലീഡിങ്ങോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്നൊന്ന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൂടാതെ ചിലർ പറയുന്ന കേൾക്കാറുണ്ട് മോഷൻ പോയി കഴിഞ്ഞാൽ അസഹ്യമായിട്ടുള്ള പുകച്ചിലാണ്, ഒരു 1, 1.5, 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പുകച്ചിലാണ്. പലപ്പോഴും നമ്മളിപ്പോൾ രാത്രിയൊക്കെയാണ് മോഷൻ പോകുന്നത് എന്നുണ്ടെങ്കിൽ ഉറക്കം കിട്ടാത്ത രീതിയിൽ രാത്രി മുഴുവൻ വളരെ വേദനയും കാര്യങ്ങളും എരിച്ചിലും കാര്യങ്ങളും പേഷ്യൻസ് പറയാറുണ്ട്. ഇത് പലപ്പോഴും ഫിഷർ എന്നുള്ള കണ്ടീഷനിലേക്ക് പോകും. ഫിഷറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അക്യൂട്ടായിട്ടുള്ള ഫിഷർ അല്ലെങ്കിൽ 1-2 ദിവസം കൊണ്ടുണ്ടാകുന്ന ഫിഷറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ 2 ദിവസം മാത്രമേ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുള്ളൂ. അത് ചിലപ്പോൾ ഒരു മെഡിസിൻ എടുക്കുകയോ അല്ലെങ്കിൽ അതിന് വേണ്ട ഒരു ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് അപ്പോഴത്തേനും അത് മാറും. അപ്പോൾ അവരെന്ത് ചെയ്യും, അത് മാറിയതോടുകൂടെ അത് മാറ്റിവെക്കും. മേ ബി 1-2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കാണാനിടയാവും. ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരു 6 മാസത്തിലൊക്കെ കൂടുതൽ അല്ലെങ്കിൽ 3-4 മാസം തുടർച്ചയായിട്ട് ഈ ബുദ്ധിമുട്ടുകൾ ഒരു 2 ആഴ്ച ഇടവിട്ടിട്ടൊക്കെ ഇങ്ങനെ വന്നു പോകാൻ തുടങ്ങും.
ഇത് നിങ്ങൾ മെഡിസിൻ എടുക്കാതെയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെയോ വിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടാണത് സെന്റിനൽ ടാഗ് എന്നുള്ള കണ്ടീഷനിലേക്ക് പോകുന്നുണ്ടായിരിക്കാം. ഈ തൊലി ഇറങ്ങുകയും പിന്നീട് ആ ഒരു ആനൽ ഏരിയ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളും പലപ്പോഴും പേഷ്യൻസിന് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഫിഷർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് നിസ്സാരമാക്കി കളയരുത്. അതിന് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതശൈലിയിൽ ചേഞ്ചസ് വരുത്തുക. അതുപോലെ തന്നെ വേണ്ട ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള മെഡിസിൻസ് കാര്യങ്ങൾ എടുക്കുക. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 4-5 കാര്യങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കാം. ഒന്നാമത്തത് നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളതാണ്. കറക്റ്റായിട്ട് ഒരു 10 മണിയോട് കൂടെ ഉറങ്ങുക, രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. രണ്ടാമതായിട്ട് നന്നായിട്ട് വെള്ളം കുടിക്കുക, ബോഡി എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുക. മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ല ഫുഡുകൾ, രാത്രി മാക്സിമം ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ്, കൂടുതൽ പച്ചക്കറികൾ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലൈറ്റ് ആയിട്ടുള്ള ഫുഡ്, ദഹനം പെട്ടെന്ന് നടക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. പിന്നെ നാലാമതായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം സ്ട്രെസ് കാര്യങ്ങൾ ഒഴിവാക്കുക. നമ്മൾ അനാവശ്യമായിട്ടുള്ള സ്ട്രെസ് പലപ്പോഴും ഇത്തരത്തിൽ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം, അതുപോലെ തന്നെ ഗട്ടിൻ്റെ വരെ നമ്മുടെ വയറിൻ്റെ വരെ പ്രവർത്തനങ്ങളെ അത് നേരെ ഇംബാലൻസ് സ്റ്റേറ്റിലോട്ട് പോവാറുണ്ട്. അപ്പോൾ അത് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പ്രീബയോട്ടിക്കുകളും അതുപോലെ തന്നെ പ്രോബയോട്ടിക്കുകളുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഫുഡിൽ ഉൾപ്പെടുത്തുക. അതായത് തൈര്, അതുപോലെ പുളിപ്പിച്ചിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ പ്രോബയോട്ടിക്കുകൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ദോശ, ഇഡ്ഡലി, ഇതൊക്കെ നമുക്ക് പുളിപ്പിച്ച് കിട്ടുന്നതാണല്ലോ. ഇതൊക്കെ ധാരാളം നല്ല ബാക്ടീരിയ കൾച്ചർ ഉണ്ട്. അപ്പോൾ അതൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക ഒരു പരിധി വരെ. അതുപോലെ തന്നെ പ്രീബയോട്ടിക്കുകളും കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. കാരണം ഈ നല്ല ബാക്ടീരിയൽ കൾച്ചറിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഈ പ്രീബയോട്ടിക് എന്ന് പറയുന്നത്. അതായത് വഴുവഴുപ്പുള്ള ഏതൊരു ഫുഡ് ഐറ്റം, ഇപ്പോൾ വെണ്ടയ്ക്ക, കോവയ്ക്ക, വഴുതനങ്ങ, ഇതൊക്കെ നന്നായിട്ട് വഴുവഴുപ്പുകൾ ഉള്ളതാണല്ലോ. ഇതിലെല്ലാം ലൈറ്റ് ആയിട്ടുള്ള സോല്യുബിൾ ഫൈബേഴ്സാണ് അടങ്ങിയിട്ടുള്ളത്. ഈ ഭക്ഷണങ്ങളും ധാരാളം നമ്മൾ കഴിക്കുമ്പോൾ ഉൾപ്പെടുത്തുക. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വയറിൻ്റെ പ്രവർത്തനം ക്ലിയർ ആവുകയും ഈ പൈൽസ്, ഫിഷർ, ഫിസ്റ്റുല ഒക്കെ പോലുള്ള ബുദ്ധിമുട്ടുകൾ മാക്സിമം ഒരു പരിധി വരെ തന്നെ നമുക്കത് വരാനുള്ള ചാൻസും കുറവാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു പാരമ്പര്യമായിട്ടും പലരിലും ഇത് കണ്ടുവരുന്നുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ മുന്നേ കൂടിയിട്ട് തന്നെ നമ്മുടെ ഭക്ഷണങ്ങൾ കാര്യങ്ങളൊന്ന് നിയന്ത്രിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്കിതെല്ലാം വരാതെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതല്ല, ഇനി വന്നു കഴിഞ്ഞാൽ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഓപ്പറേഷൻ തന്നെ ചെയ്യേണ്ടി വരുമോ എന്നുള്ളത്. ഓപ്പറേഷൻ മാത്രമല്ല ഇതിനൊരു പരിഹാരമായിട്ടുള്ളത്. നമുക്കിതിൽ ഓപ്പറേഷൻ ഇല്ലാതെ മരുന്നുകൾ വഴി തന്നെ നമുക്ക് മെഡിസിൻസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഇതൊരു പരിധി വരെ കുറച്ച് കൊണ്ടുവരാൻ പറ്റും. എന്താണ് നമ്മൾ അതിൻ്റെ കാരണം എന്നുള്ളത് കണ്ടെത്തിയിട്ടായിരിക്കും പലപ്പോഴും നമുക്ക് മെഡിസിൻസ് കൊടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കുക. അതല്ലാതെ മലബന്ധം വന്നു കഴിഞ്ഞാൽ ഇന്നൊരു മരുന്ന് എന്നുള്ളതല്ല. ആ മലബന്ധത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് നോക്കിയിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ മരുന്നുകൾ കൊടുക്കുന്നുണ്ടായിരിക്കുക. ഓരോ വ്യക്തിയുടെയും മാനസികവും ശാരീരികവുമായിട്ടുള്ള കാര്യങ്ങൾ കണക്കിലെടുത്തിട്ടാണ് മരുന്നുകൾ റെപ്പർട്ടറൈസ് ചെയ്ത് പ്രിസ്ക്രൈബ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരം നമുക്കിതിൽ കണ്ടെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ശ്രേയ എസ് മാധവൻ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.